സാറിന്റെ കാല് പിടിക്കാൻ. അദ്ദേഹത്തെ വെറുതെ വിടണം. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൈലാഷ് പ്രിയനാണ് അയാളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വ്യക്തമായി മൊഴി നൽകിയിരിക്കുന്നത്. എനിക്ക് പ്രിയനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളൊരു നല്ല വക്കീലിനെ കണ്ട് നിയമപരമായി നേരിടുന്നതാണ് നല്ലത്. പ്രിയനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. പ്രിയ, വാ സ്റ്റേഷനിലേക്ക് പോ. പറു, നീ ധൈര്യമായിട്ടിരിക്ക. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സത്യം എന്തായാലും പുറത്തു വരും. വേണ്ട പാറു, വേണ്ട. ആ CI ഒരു നല്ല മനുഷ്യനാണെന്നാ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പ്രിയനെ സഹായിക്കും. ഞാനും നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും കൈലാഷിനെ കാണാൻ സീത നമ്മളെ സമ്മതിക്കില്ല. നമുക്ക് പ്രിയന്റെ അമ്മയെ വിവരം അറിയിക്കണ്ടേ? ഫോണിൽ പറഞ്ഞ അവര് പെട്ടെന്ന് ടെൻഷനായി വല്ല അസുഖവും വരുത്തി വെക്കും. നമുക്ക് നേരിട്ട് പോയി പറഞ്ഞാലോ? പതുക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. പോവാം, വാ. ആന്റി, ആന്റി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ആ പ്രിയനെ ഞാൻ വെറുതെ വിടില്ല. അവനെ ഒരു സഹോദരനെ പോലെ കൊണ്ടു നടന്നതിന് കൈലാഷൻ നല്ല കൂലി അവൻ കൊടുത്തത്. എനിക്ക് പരിചയമുള്ളൊരു ACP ഉണ്ട്. അയാളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞോളാം. അയാൾ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തോളൂ. പ്രിയൻ അവൻ ഒരുപാട് അനുഭവിക്കും ആൻറ്റി. ആ മുക്ത, ആൻറ്റി നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. നീ ആൻറ്റിയെ നോക്ക്. പിന്നെ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്തേക്ക്. എന്നാ ശരി ആൻറ്റി. ആ ശരി, ഞാൻ വരുന്നു. അങ്ങോട്ടിരുന്നേ. കരയില്ലേ ആന്റി? കൈലാഷിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ആന്റി ഇങ്ങ് വന്നേ. വാ വാ, ഇരിക്കെ ഇരിക്കെ. ആന്റി, താൻ ഇങ്ങനൊരു പ്രശ്നത്തെ ചെന്ന് ചാടുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. സർ, സത്യമായിട്ടും ഞാനല്ല കൈലാഷ് സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്. അതെനിക്കറിയാം. പക്ഷേ തെളിവുകളെല്ലാം നിനക്കെതിരാണ്. കൈലാഷ് നിനക്കെതിരെ മൊഴി തന്നുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, നിന്നെ കോടതിയിൽ ഹാജരാക്കിയാൽ റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി നിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ കൈലാഷിനെ കുത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കോടതിയിൽ നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് തെളിഞ്ഞാൽ 10 വർഷം വരെ ശിക്ഷയാണ്. സർ, കൈലാഷ് സാറ് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അദ്ദേഹം എനിക്കൊരു ബോസ് മാത്രമല്ല, ഒരു സഹോദരനെ പോലെയാ. ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആരോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിനെ കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയിലിടാനാ ശ്രമിച്ചിരിക്കുന്നത്. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കോടതി വിശ്വസിക്കണം. അതിന് തെളിവുകൾ വേണം. നിങ്ങളെ ആക്രമിച്ച ആളുകളെ നീ കണ്ടോ? ഇല്ല സർ, അവര് മുഖംമൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും അറിയില്ല സർ. സർ, പ്ലീസ്. കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ ഇയാളാണ് സർ. ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്കൊരു ബോധമില്ലടോ.
ഒരു ക്രിമിനലിനെയാണോ ഇങ്ങനെ ഇരുത്തി സൽക്കരിക്കുന്നത്? എഴുന്നേക്കടാ. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. എല്ലാ കുറ്റവാളികളും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ കൈലാഷിന്റെ മൊഴിയുണ്ട്. കുറ്റം നീ തന്നെയാ ചെയ്തതെന്ന് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. എടോ, ആ രാത്തിങ്ങെടുക്ക്. സാർ, ഇതാ സാർ. ഇവനെ പിടിച്ച് ലോക്കപ്പിലിട്. സാർ, സർ, വാടോ. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. സർ, സർ, ഇത് സർ, ഞാനല്ല സർ. സർ, ഇത് വേറെ ആരോ. സർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. പ്ലീസ് സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സർ. സർ, സർ, സർ. മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ച അത്രയും കുറച്ചു തല്ലേ കിട്ടൂ. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനാണ് സർ കുറ്റസമ്മതം നടത്തുന്നത്? നിനക്ക് ഇങ്ങനെ ചോദിച്ചാൽ മനസ്സിലാവില്ല. ഷട്ടൂരിടാ. സർ, പെട്ടെന്ന് ഊരിടാ. ഇനി പറ, കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാ? അവനെ കൊല്ലാൻ മാത്രം നിനക്ക് അവനോട് എന്ത് പകയാടാ ഉള്ളത്? സർ, എനിക്ക് കൈലാഷ് സാറിനോട് ഒരു വിരോധവുമില്ല. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല സർ. അവരെന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാ എന്റെ പേര് പറഞ്ഞത്. അവരെ സാറല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓ, അപ്പോ നീ എന്നെ ജോലി ചെയ്യാൻ പഠിപ്പിക്കുകയാണല്ലേ? അയ്യോ അല്ല സർ, എനിക്ക് നടന്നതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞതാ. ദേവി ഇത് എന്നെ ഒന്ന് വിശ്വസിക്കണം. നിന്നെ പോലുള്ള ക്രിമിനൽസിനെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും നീ ഒന്ന് നേരാവണ്ണം ചോദിച്ചാൽ സത്യം പറയില്ലെന്ന്. പറയടാ. പറയാം. സർ, എനിക്കൊന്നും അറിയില്ല സർ. പ്ലീസ്. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കടാ. നീ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഈ സെല്ലിനകത്ത് ഞാൻ അടിച്ചു കൊല്ലും. മര്യാദയ്ക്ക് സത്യം പറ. സാറിനെ എത്ര തല്ലിയാലും എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ കൈലാഷ് സാറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ കൈ കൊണ്ട് ചാകാനായിരിക്കും നിന്റെ വിധി. സത്യം പറ. എടാ, സത്യം പറയാ. ഇവൻ സത്യം പറയുന്നവരെ ആടി നിർത്തരുത്. ശരി സാർ. കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഇവനാണ് ഒന്നാം പ്രതി. എന്ത് ചെയ്തിട്ടാണെങ്കിലും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കണം. നാളെ രാവിലെ അവൻ എഴുതി ഒപ്പിട്ട കുറ്റസമ്മതം എനിക്ക് കിട്ടിയില്ലെങ്കിൽ